ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള 2 സ്റ്റഡി പ്ലാനുകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ തമ്മിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എന്താ വ്യത്യസ്തമായിട്ട് ഈ ഒരു കാര്യം പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഫസ്റ്റ് വീക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വീക്കിൻ്റെ ഇന്നലെയാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വീക്കിൽ പറഞ്ഞിട്ടുള്ള അതിൽ CA പോർഷൻസ് വെച്ചിട്ട് കുറച്ച് ഫാക്ട്സ് സെക്കൻഡ് വീക്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാന്റെ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇങ്ങനെ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇപ്പോഴേ ഈ ഒരു പറഞ്ഞിട്ടുള്ള പോർഷൻസ് വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു 20 മാർക്സ് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സംഭവമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓഗസ്റ്റ് ഒക്ടോബർ മാസം ആ ഒരു ടൈമിലാണ് എന്താണ് എക്സാമിന് ചാൻസ് ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. നിങ്ങളിൽ ആദ്യം വിശ്വസിക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എക്സാംസൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഒരു സംശയാസ്പദമായിട്ട്, അതായത് നമുക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയത്തിൽ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ടും കിട്ടുള്ളൂ. ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ആ എക്സാം കഴിഞ്ഞ് എഴുതി വരുമ്പോൾ നമുക്ക് 100% പറയാൻ പറ്റണം ഞാൻ എൻ്റെ 100% കൊടുത്താണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, പിന്നെ ബാക്കി വരുന്നതെല്ലാം വരുന്ന പോലെ അത് നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കണം. ഞാൻ എൻ്റെ 100% കൊടുത്ത് പഠിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ചിലപ്പോൾ എന്താണ് നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ഇതിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടണമെന്നില്ല, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം നമ്മൾ പഠിച്ചിട്ട്, അതായത് നമ്മൾ 100% കൊടുത്തിട്ടുണ്ട്, മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ മാത്രമേ ഈ പറയുന്ന എക്സാംസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. ഡിഗ്രി ഫിലിംസ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. പക്ഷെ അത് നിർഭാഗ്യവശാൽ എനിക്ക് മെയിൻസ് അങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. കുറച്ച് ടഫായിരുന്നു. അറ്റ് ദ സെയിം ടൈം എനിക്ക് അത്ര നല്ല രീതിയിൽ എനിക്ക് എൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് അത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന ഡിഗ്രിയുടെ മെയിൻസിൻ്റെ അത്ര നല്ല രീതിയിൽ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ 10th പ്രിലിംസ് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും കിട്ടി എനിക്ക്. അതിൽ ഒബ്വിയസ്ലി 99% എൻ്റെ ഹാർഡ് വർക്കാണ്, 1% ലക്കാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അതൊക്കെ ബാക്കി ഈശ്വരൻ്റെ കയ്യിൽ നിന്നെന്താ പോലെ. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പം സെക്രട്ടേറിയറ്റ് OA ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ ഇപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ വന്നു, ലാബ് അസിസ്റ്റൻറ്റിൻ്റെ, പിന്നെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, ഇത്രയും ലിസ്റ്റിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ OA എക്സാമിൻ്റെ ഈ ഒരു തിരക്ക് കാരണമാണ് എനിക്ക് ഇടാൻ സാധിക്കാത്തത് അധികം ഈ ഒരു ക്ലാസ്സസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പഠിക്കുമ്പോൾ ഇപ്പോഴേ നന്നായി പഠിക്കുക എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ ഈ ഒരു നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് റിവിഷനും കൂടെ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോഴൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രം വിചാരിച്ചാലും ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഏരിയാസും അവർ ഇതുവരെ ചോദിക്കാത്ത ഏരിയാസിൽ നിന്നും ചോദിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സിലബസും നല്ലോണം കവർ ചെയ്യുക, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ സ്റ്റഡി പ്ലാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ PYQ സീരീസ് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ അത് കാണുക. കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ എണ്ണം ഞാൻ കുറച്ചും കൂടെ കൂട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എക്സാമിൻ്റെ കുറച്ച് തിരക്കുകൾ കാരണമാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഫിലിംസിൻ്റെ എക്സാം ഉണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇടാൻ സാധിക്കാത്തത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ, സെയിൽസ്മാൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. മാക്സിമം പെൻഡിങ് ഇടാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നല്ലോണം ഓടേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നേടാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലിസ്റ്റിലാണെങ്കിലും ഉൾപ്പെടാൻ സാധിച്ചത് തന്നെ. ഓക്കെ, നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒട്ടും ഒരു സമയം പോലും വെറുതെ പാഴാക്കി കളയരുത്. ഓക്കെ, എന്നാൽ ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കുറേയധികം പഠിച്ച് നമുക്ക് നമ്മൾ സാച്ചുറേറ്റഡ് ആയെന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് ഒരു ബ്രേക്ക് കൊടുക്കണം, എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഈ ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്നവർ മനസ്സിരുത്തി പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട്. പറയാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഓഗസ്റ്റ് ഒക്ടോബർ അല്ലേ, അപ്പോൾ ഈ ഒരു ടൈം തന്നെ മതിയോ, ഇത്രയും കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, പറ്റും. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് പരീക്ഷിച്ച ഒരാളാണ്. ഓക്കെ, എനിക്ക് ഒട്ടും ടൈം കിട്ടാതെ, അല്ലെങ്കിൽ അത്രയും ഒരു ടൈമിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന സമയം ഞാൻ വെറും 1-2 ആഴ്ച കൊണ്ടാണ് എനിക്ക് 10th പ്രിലിംസ് തന്നെ പഠിക്കാൻ സമയം കിട്ടിയത്. ഇപ്പോൾ ഈ ഒരു എക്സാമിന് നേരത്തെ കുറച്ച് തുടങ്ങിയെങ്കിലും അധികം ടൈം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് OAക്കാണെങ്കിൽ, ഈ ലാബ് അസിസ്റ്റന്റിനാണെങ്കിലും വലിയ സമയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിനൊക്കെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ, അത്യാവശ്യം അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേഗം വായിച്ചു പോകാനാണ് ശ്രമിക്കുക. പിന്നെ SCERT അത് കൃത്യമായിട്ട് എല്ലാവരും വായിച്ചോളൂ. 5, 7, 9 പുതിയ ടെക്സ്റ്റുകൾ അതിൽ നിന്ന് ധാരാളം ചോദിക്കുന്നുണ്ട്. ബയോളജിയൊക്കെ ഇഷ്ടം പോലെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് അവർ നല്ലോണം ചോദിക്കുന്നുണ്ട്. NCERT നിന്നും അത്യാവശ്യം
എന്താണ് നല്ല രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എക്സൈസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. +2 ലെവലിൻ്റെയാണ്. അതിൽ നല്ല നല്ല ചോദ്യങ്ങളാണ്. 80 ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻസിനും അതുപോലെ തന്നെ ബാക്കി 20 ചോദ്യങ്ങൾ അവരുടെ ആ ഒരു കോർ ടോപ്പിക് എന്നുള്ളത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. പക്ഷേ ആ 80 ചോദ്യങ്ങളും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ ഞാൻ മാക്സിമം PYQs ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം നല്ല രീതിയിൽ SCERT ടെക്സ്റ്റും റാങ്ക് ഫയലും വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് നല്ലവണ്ണം ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ എന്താണ് മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ നോട്ട് ചെയ്തോ അത് ക്ലിയർ ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. ഓക്കെ. നോട്ട്സ് എഴുതി വെറുതെ സമയം കളയാൻ ഞാൻ പറയില്ല. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങളിൽ വിശ്വസിക്കുക. ഒരു സംശയത്തോടു കൂടി പഠിക്കരുത്. എനിക്കിത് കിട്ടുമോ, ഇതിന് ഒഴിവുണ്ടോ, വേക്കൻസി ഇല്ലേ എന്നൊക്കെ ഒന്നും ചിന്തിക്കരുത്. വേക്കൻസി ഉണ്ട് അത്യാവശ്യം. മാത്രമല്ല ഇതൊരൊറ്റ എക്സാമാണ്. സ്പെഷ്യൽ ടോപ്പിക് ഒന്നുമില്ല. LDCയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ്. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളത് മാത്രം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് അതായത് ഈ ഒരു എന്താണ് ജനറൽക്കാർക്ക് 36 വയസ്സ് വരെയാണ് നമുക്ക് ഇതൊക്കെ എഴുതാൻ സാധിക്കുക. അല്ലാത്തവർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ. എനിവേസ് ഇതിലൊക്കെ ലാസ്റ്റ് മൊമെന്റിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുന്നവരും ഒന്ന് ആലോചിക്കുക. ഏറ്റവും നമ്മൾ എന്താണ് ബാക്കി എല്ലാത്തിനും ജോലി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കിട്ടാൻ പാടാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ. വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എഴുതിയെടുക്കുന്ന ഈ ഒരു എക്സാമിൽ നിന്ന് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ് അല്ലേ, ഒരു ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ട് നമുക്ക് പിന്നീട് സന്തോഷമേ തരുള്ളൂ. ഓക്കെ. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഒഴിവുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു സംശയത്തിൽ ആരും നിൽക്കരുത്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടംപോലെ ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുന്ന മാത്രമല്ല നിങ്ങൾക്ക് ജോലിയും കിട്ടും. ഓക്കെ. വെറുതെ ലിസ്റ്റിൽ കയറിയിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ഫേസ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ സെക്കൻഡ് ഫേസ് എക്സാമും കൂടെ ഫുള്ള് പാസ്സാവണം. പക്ഷെ അതിന് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരിക്കലും അറിയാത്തൊരു സാധനം ആൻസർ ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ. മാക്സിമം അറിയുന്നത് മാത്രം ചെയ്യുക. മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളാം. ഇടയ്ക്ക് വേറെ ചിന്തകളൊന്നും വേണ്ട. പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളെ കൊണ്ടും സാധിക്കും. എല്ലാവരെ കൊണ്ടും സാധിക്കുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എന്താണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ ടാലൻസ് ഉണ്ട്, സ്കില്ലുകളുണ്ട്. ഓർത്തെടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നും നിങ്ങളിപ്പം വറീഡാവണ്ട. ചിലപ്പോൾ നമുക്ക് ചിലർക്ക് 1, 2, 3 പ്രാവശ്യം വായിച്ചാലേ കിട്ടുള്ളൂ. ചിലർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ. പക്ഷേ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് നമ്മൾ എടുക്കാതെ ഒരിക്കലും നമുക്ക് എന്താണ് ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നോക്കുക. ചാപ്റ്റർ വൈസ് ഇപ്പോൾ ഓരോ പോർഷൻസ് എടുത്താലും നമ്മുടെ ചാപ്റ്റർ വൈസ് നോക്കി നിങ്ങൾ സമയം കളയണമെന്നില്ല. SCERT ആണെങ്കിലും NCERT ആണെങ്കിലും ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പറയുന്ന ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഓരോ SCERT ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. SCERT പാഠഭാഗങ്ങൾ സിലബസ് വരുന്നതനുസരിച്ചുള്ള ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാഠഭാഗങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കുക. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളൊന്ന് വായിച്ചെടുക്കുക. ഓക്കെ. അങ്ങനെ ആ ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്യാം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എന്നിട്ട് നിങ്ങൾ റാങ്ക് ഫയലും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ. അങ്ങനെ ചെയ്ത് വായിക്കുന്നതായിരിക്കും മേ ബി നിങ്ങൾക്ക് ബെറ്റർ. അപ്പോൾ 2-3 ബുക്സ് കമ്പയർ ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഫാക്ട്സും ഒക്കെ എന്താവും അവിടെ കവറപ്പ് ആവും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസും അതുപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിലൊക്കെ നേടാൻ സാധിച്ചവരുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നന്നായി തന്നെ പഠിക്കുക അവർ. പിന്നെ നേടാൻ പറ്റാതെ പോയവരുണ്ടെങ്കിൽ ഇതേ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇനി VFA വരുന്നു. ഇത് ഉടനെ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ VFA ഒക്കെ നല്ലൊരു പോസ്റ്റാണ്. അതൊക്കെ നമുക്ക് സാധ്യതയുള്ളതാണ്. കിട്ടില്ല എന്നൊരിക്കലും പഠിക്കുന്നത് നമുക്ക് VFA ആണെങ്കിലൊക്കെ ഗുണം ചെയ്യും. പിന്നെ 10th ഇതിൻ്റെയൊക്കെ ലെവലിൽ ഏതൊക്കെ എക്സാംസ് ആണ് ഇനി വരാൻ പോകുന്നത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.